ഹലോ ഗൈസ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 5 months ആയിട്ട് എൻ്റെ ഒരു പാസീവ് ഇൻകം അല്ലെങ്കിൽ സൈഡ് ഹസിലായിട്ട് കുറച്ച് സർവീസസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ജനറേറ്റീവ് എ ഐ യൂസ് ചെയ്തിട്ട് എ ഐ മീഡിയ ജനറേഷൻസ് ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇറ്റ് ഹാപ്പൻസ്, ഇടയ്ക്ക് ക്ലയൻസ് ഇല്ലാത്ത സമയത്ത് പലപ്പോഴും ഒരു എന്താ പറയുക, ഒരു ബ്ലാങ്ക് ഫീല് തോന്നാറുണ്ട്. അയ്യോ, ഇനി വർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കുന്നത്, ഇനി എന്താണ് നെക്സ്റ്റ്, ഇനി ഒന്നുമില്ലേ, ദാറ്റ്സ് ഇറ്റ് എന്നല്ല. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഇതുവരെ വന്ന വഴികളിലൂടെ എനിക്ക് കിട്ടിയ നേട്ടങ്ങളും, അതിപ്പം മെൻ്റലി ആയിക്കോട്ടെ, എൻ്റെ ക്രിയേറ്റീവ് മൈൻഡിന് കിട്ടിയ ആ ഒരു എക്സ്റ്റസി ആയിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, കിട്ടിയ ബെനിഫിറ്റുകളെല്ലാം ഓർക്കുമ്പോൾ ഇല്ല, ഇത് ഒരു ഗിമ്മിക്കോ ഒന്നുമല്ല. ദിസ് ഈസ് സംതിങ് ദാറ്റ്സ് ഇൻസൈഡ് മീ, വിച്ച് ഒരു ടൂൾ മുഖേന മാത്രം അത് പുറത്തു വരുന്നു എന്നേ ഉള്ളൂ. ഈവൻ ഇറ്റ്സ് ക്യാമറ, ഈവൻ ഇറ്റ്സ് എ അനദർ ടെക്നോളജി, ഇറ്റ് ഡസൻ മാറ്റർ. നമ്മുടെ മൈൻഡിലുള്ള ക്യാരക്ടേഴ്സിന് ലൈഫ് പല രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ആ ഒരു ഇതാണ് എന്നെ പിടിച്ചു നിർത്തുന്നത് ഇപ്പോഴും. ആൾസോ എല്ലാവരെയും പോലെ എൽ എൽ എംസിലൊക്കെ ഡൗട്ടെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്ത് ഇനി എന്താണെന്നൊക്കെ ഉള്ളൊരു ഇത് ഉണ്ട്. എന്തോ ജസ്റ്റ് 3 ദിവസം വർക്കില്ലെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ദിസ് ഈസ് നോട്ട് ഫെയർ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് നമ്മളൊരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റിൽ ഇങ്ങനെ ചുമ്മാ ആലോചിച്ച് ഓരോ തല വെറുതെ ഡാമേജ് ആക്കുക. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉള്ളത്, കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം, വെൻ ഐ സ്റ്റാർട്ടഡ് ദീസ് എ ഐ സർവീസസ്, എ ഐ മീഡിയ ജനറേഷൻ സർവീസസ്, നോബഡി വാസ് ദെയർ. അത് അതിൻ്റെ ആ ഒരു ഡെവലപ്പായി വരുന്ന ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു സമയത്തിനു മുമ്പേ ചാടിക്കയറി പിടിച്ചു. പിന്നെ അത് കൂടുതലും ഈ ടെക് എന്തൂസിയാസിസ്റ്റുകളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മളതിൻ്റെ നമുക്ക് ഈ മീഡിയ ജനറേഷൻ പരിപാടി, അതായത് ഫിലിം മേക്കിങ്ങിൻ്റെയൊക്കെ ഒരു കുറച്ച് ഇൻട്രസ്റ്റും പ്രാന്തും ഒക്കെ പണ്ട് തൊട്ടേ ഉള്ളതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ നോക്കി എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണെങ്കിൽ പീക്ക് ഹൈപ്പിലാണ്. പീക്ക് ഹൈപ്പ് കഴിഞ്ഞു എന്ന് പറയാം. ഒരു കുറച്ച് നാൾ ഫുൾ സോഷ്യൽ മീഡിയയിൽ എ ഐ ജനറേറ്റഡ് കണ്ടൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് എ ഐ ജനറേറ്റഡ് വീഡിയോസ്. അയ്യോ, ഇത് മനുഷ്യരാണോ, ഇത് ഒറിജിനൽ മനുഷ്യരല്ലേ, ഇതാരും ഷൂട്ട് ചെയ്തതല്ലേ, ആ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് പയ്യെ മാറിയതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. സോ സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ ദി ആ ഹൈപ്പ് സൈക്കിളിൻ്റെ പീക്കിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പം പലരും ഞാൻ ഈ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പല ആൾക്കാരുടെയും കമൻ്റാണ്, എടാ, ആൾക്കാരെ പറ്റിക്കാതെ ഇതെല്ലാവർക്കും ചെയ്യാം. എൻ്റെ പൊന്നു സഹോദര, ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഫോട്ടോഷോപ്പ് എല്ലാവർക്കും യൂസ് ചെയ്യാം, ക്യാൻവ എല്ലാവർക്കും യൂസ് ചെയ്യാം. നമ്മൾ പക്ഷേ അതിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആ ഒരു പർട്ടിക്കുലർ ആൾക്ക് പറ്റൂ. അൺലെസ് യു ഡെവലപ്പ് ദ സ്കിൽ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു സ്കില്ല് ആ കാര്യത്തിൽ ഡെവലപ്പായ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറ്റും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ചായക്കടയിൽ ഇരിക്കുന്ന ചേട്ടനോ അല്ലെങ്കിൽ ഒരു കോടതിയിലിരിക്കുന്ന വക്കീലിനോ ഒന്നും, അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനൊന്നും ചുമ്മാ വന്നൊരു ദിവസം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ഈ പറയുന്നതെന്ന് പറയുന്നത് ജസ്റ്റ് ഈ VO3 അങ്ങനെയുള്ള ടൂൾസിൽ ടൂൾസ് വെച്ചിട്ട് 8 സെക്കൻഡ് എന്തെങ്കിലും ഡയലോഗ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ആൾക്കാരാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇത് പ്രോപ്പർ സ്ക്രിപ്റ്റും പ്രോപ്പർ എഫേർട്ടും ഇട്ട് 1 മിനിറ്റിൻ്റെ ഒരു
പ്രോപ്പർ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് എടുക്കാനുള്ള എഫേർട്ട് എന്ന് പറയുന്നത് അതിഭീകരമാണ്. അത് യു ക്യാൻ സീ ഇറ്റ് ഇൻ മൈ ഐസ്. കഴിഞ്ഞ 6 മാസമായിട്ട് എനിക്കറിയത്തില്ല, എൻ്റെ മുമ്പിലത്തെ ഫോട്ടോ വല്ലതും നോക്കിയാൽ മതി, ചെക്ക് ചെയ്താൽ മതി. എൻ്റെ ഐസ് നോക്കിക്കുക. ഡെയിലി അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ടൈമിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 3 ഡേയ്സ് ആയിട്ട് ക്ലയൻസ് ഇപ്പോൾ ലോക്ക്ഡ് ആയിട്ടുള്ളവരൊക്കെ ബിസിയാണ്. അപ്പോൾ അവർ ബാക്കിൽ വന്നാൽ, അവർ വീണ്ടും വന്നാലേ ഞാൻ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആവുള്ളൂ. പക്ഷെ പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവും, ഞാൻ അത്രയും എഫേർട്ട് ഇടുന്നുണ്ട്. നമ്മളൊരു 2 മിനിറ്റ് വരെയൊക്കെയുള്ള ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടിയിരിക്കണം സിസ്റ്റത്തിന് മുമ്പിൽ. അതുപോലെ അതിൻ്റെ ഔട്ട് വരുന്നിടം വരെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേറൊരു കാര്യം, എൻ്റർടൈൻമെൻറ്റോടൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മൈൻഡിൽ എപ്പോഴും അതായിരിക്കും. എനിക്കറിയത്തില്ല, ഈ വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ഫിലിം ഡയറക്ടേഴ്സും ഒക്കെ അങ്ങനെ ആയിരിക്കാം. ഈ ഫിലിം ഡയറക്ടേഴ്സൊക്കെ അപ്പോൾ അനുഭവിക്കുന്ന ടെൻഷൻ ഒന്ന് ആലോചിക്കുക. അവരുടെ ആ ഫുൾ സ്ക്രിപ്റ്റ് മൂവി ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത്. സോ ദിസ് ഈസ് നോട്ട് ചൈൽഡ് പ്ലേ. ദിസ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് ചൈൽഡ് പ്ലേ അല്ല, കുട്ടിക്കളിയല്ല. സോ നമുക്കെന്തായാലും ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ഇതിനെ പറ്റി കൂടുതൽ നോക്കാം. സോ 1 ഇയർ കഴിയുമ്പോൾ ഈ മാർക്കറ്റ് മെച്യൂർ ആയതിനു ശേഷം ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. I definitely think that this will go beyond this hype. This will coexist with the real shoots and everything. കാരണം ഒരു റിയൽ ആയിട്ടുള്ള ഒരു ആഡ് ഷൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ റിയൽ ആയിട്ടൊരു മീഡിയ അത് മൂവീസിൽ യൂസ് ചെയ്യുന്ന ക്ലിപ്സ് ഷൂട്ട് ചെയ്യാൻ കോസ്റ്റ് ചെയ്യുന്നത് 50 lakhs 1 crore അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഒരു ജനറേറ്റഡ് അത് ജനറേറ്റഡ് വേണോ അല്ലെങ്കിൽ റിയൽ ആയിട്ട് വേണോ എന്നുള്ളത് അത് ക്രിയേറ്ററിൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ ജനറേറ്റഡ് ആണെങ്കിൽ ഈ 50 lakh എന്നുള്ളത് ചിലപ്പം 2 to 4 lakh അല്ലെങ്കിൽ 5 lakhൽ അത് ജനറേറ്റ് ചെയ്യാം, നല്ല എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കൊക്കക്കോള തന്നെ ക്രിസ്മസിൻ്റെ ആഡ് ലാസ്റ്റ് ചെയ്തത് ജനറേറ്റഡ് ആയിരുന്നു. അതിനൊരുപാട് വിമർശനങ്ങൾ വന്നു, ഇത് ആൾക്കാരുടെ പണി കളയും മുതൽ. ദാറ്റ് ഒരു കാലത്തും ആൾക്കാരുടെ പണി കളയത്തില്ല. അതുപോലെ ഈ ഒരു ടൂൾ വെച്ചിട്ട് ചുമ്മാ സുപ്രഭാതത്തിൽ വന്ന ഒരാൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല. എല്ലാ പരിപാടിയും പോലെ ഇതുണ്ട്. ഇപ്പോൾ ക്യാൻവ വന്ന സമയത്ത് ആൾക്കാർ പറയാം എല്ലാവർക്കും പോസ്റ്റർ ഉണ്ടാക്കാം. എന്നിട്ട് എല്ലാവരും പോസ്റ്റർ ഉണ്ടാക്കുന്നവരുടെ ഒരു ബിസിനസ് മാന് അതിനുള്ള ടൈമില്ല. ദേ ഹാവ് ടു റൺ ദെയർ ബിസിനസ്. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഒരാൾക്ക് എല്ലാ കാര്യവും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും ഓരോരോ എക്സ്പേർട്സ് വേണം. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്തെന്ന് പറഞ്ഞാലും അവർ ടേക്ക് ഓവർ ചെയ്യുന്നത് ഈ നോർമൽ ലോ ലെവൽ IQ വെച്ചിട്ട് ചെയ്യുന്ന വർക്ക്സാണ്. ജസ്റ്റ് എന്താ പറയുക, ഡേറ്റ എൻട്രി അല്ലെങ്കിൽ ടിക്കറ്റിംഗ് അങ്ങനെയുള്ള പരിപാടികളാണ്. ഇപ്പോൾ കോഡിംഗ് എന്നാണെങ്കിൽ പോലും കോഡ് അതിനേക്കാളും വൈബ് കോഡിംഗ് എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് ഇപ്പോൾ ഉള്ളത്. അതും ചെയ്യിപ്പിക്കുന്നത് ഈ പറയുന്ന കോഡേഴ്സാണ്. അവരുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമായെന്നല്ലേ ഉള്ളൂ. അപ്പം നമ്മളെ ഇങ്ങനെ വന്നിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ 3 ഡേയ്സ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ വന്നിട്ട് നമ്മുടെ കോൺഫിഡൻസ് ഒന്നുകൂടെ ചവിട്ടിക്കളയില്ലേ? കോൺഫിഡൻസ് പോത്തില്ല. കാരണം എനിക്ക് ഇത് പ്രൂവണാണ്, ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വർക്ക് ഇതാണ്, ആൾക്കാർക്ക് ആവശ്യമുണ്ടെന്നല്ല എനിക്ക് വ്യക്തമായി പ്രൂവണാണ് എൻ്റെ കാര്യങ്ങളിലൂടെ. കാരണം ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഞാനൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരുന്നെങ്കിൽ ഈ പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ ഓടിയേനെ. ബട്ട് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം. എന്തായാലും എൻ്റെ കരിയർ ലൈഫ് ലോങ് ഈ പരിപാടി ഉണ്ടായിരിക്കും. ബിക്കോസ് ഐ ലവ് ക്രിയേറ്റിംഗ് കണ്ടൻസ്. ഐ ലവ് ടു give life to the characters in my head. സോ ഈവൻ ക്ലയൻസ് വർക്ക് തന്നില്ലെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ വരുന്ന കഥകൾ പബ്ലിഷ് ചെയ്യാൻ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. സോ ഞാൻ പറയുന്നത് പറഞ്ഞാൽ, ഇത് ഇന്ന് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 11:40 ഈ വീഡിയോ ആരും കാണത്തില്ല, അതൊരു കാര്യം. ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിന് 1 വ്യൂ, അതിന് മുമ്പ് ഇട്ടതിന്
3 വ്യൂ. ആ 3 വ്യൂവിൽ 2 ഞാൻ തന്നെ പ്ലേ ചെയ്തതാണ്. അപ്പം ഇതും ആരും കാണത്തില്ല. ഇൻ കേസ് എപ്പോഴെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് ഇഫ് ഐ ക്യാൻ ഗോ, അല്ലെങ്കിൽ അവിടെ എത്തിയാൽ ചുമ്മാ നോക്കാമല്ലോ, ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാമല്ലോ. എന്തായാലും ഞാൻ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യും. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ബ്രോ. നമ്മുടെ സ്റ്റീവ് ജോബ്സിൻ്റെ പ്രസംഗത്തിൽ പോയ നമ്മൾ ആൾറെഡി നേക്കഡാണ്. വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് റീപ്ലേസ്ഡ് ഡേ ബൈ ഡേ. അടുത്തടുത്ത തലമുറ വരുമ്പോൾ മാറി മാറി കൊടുക്കണം. സോ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയം നമുക്ക് നമ്മളിഷ്ടമുള്ള പോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവുക. പിന്നെ ഈ വിജയിക്കുക, അവിടെ എത്തുക എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. ഇപ്പം വിജയിച്ചില്ല എന്ന് വെച്ചാൽ സോ കോൾഡ് വിജയിച്ചില്ല എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഹൂ കെയേഴ്സ് ബ്രോ, ജസ്റ്റ് ലീവ് യുവർ ലൈഫ് ഹാപ്പിലി, സന്തോഷമായിട്ട് ജീവിക്കുക. ബിക്കോസ് ഈ ജയവും ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജയിച്ചിട്ട് എവിടെ പോകാൻ? ആര് ജയിച്ച് ട്രോഫി വല്ലതും തരുക? ജിം ക്യാരി പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾ ഒരു സമയത്ത് പീക്കിലല്ലായിരുന്നോ പുള്ളി പറയുന്നത്, ദി ടോപ്പ് ഓഫ് ദി വേൾഡ് ഡസൻ ഫീൽ ലൈക്ക് ടോപ്പ് ഓഫ് ദി വേൾഡ്. ടോപ്പ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് ടോപ്പ് ഓഫ് ദി വേൾഡ് ആണെന്ന് തോന്നില്ല. അതുപോലെയാണ് എല്ലാ കാര്യവും. അങ്ങനെ സംഭവം ഇല്ല. ജയിക്കുക തോൽക്കുക റേസും കാര്യമൊന്നുമില്ല. ആർക്കും ട്രോഫിയൊന്നും തരാൻ പോകുന്നില്ല. പൈസ കൂടുതലുണ്ടാക്കാം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫ്രീഡം കൂടുതൽ, നമ്മൾ എത്രത്തോളം നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നോ അത്രയും നമുക്ക് ഫ്രീഡം ഉണ്ടാവും. ഇപ്പോൾ എനിക്കറിയാം ഹൗ ഹാർഡ് ഇറ്റ് ഈസ്. ഞാനും സെയിം രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? നമുക്ക് സൈഡ് ഹസിൽസ് ഉണ്ടെന്നേ ഉള്ളൂ. ഈ സൈഡ് ഹസിൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വർക്കുണ്ട്, നമുക്ക് ഫാമിലി ഉണ്ട്, നമുക്ക് EMIs ഉണ്ട്, ലോൺസ് ഉണ്ട്, എല്ലാം അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അതിന് കുറച്ച് ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം നമ്മൾ ഈ പറയുന്ന വിജയിക്കുക തോക്കുക സൊസൈറ്റി പറയുന്ന കണക്ക് എങ്ങും എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഹൂ കെയേഴ്സ് ബ്രോ? നമ്മൾ ഇവിടുന്ന് പോവാനുള്ളവരല്ലേ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എനി ആഫ്റ്റർ ലൈഫ് ഓർ സംതിങ്, നത്തിങ് ലൈക്ക് ദാറ്റ് ബ്രോ. കൂടിപ്പോയ 70 വയസ്സ് തീരും. അതുകൊണ്ട് ആ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഹാപ്പി ആയിട്ട് എല്ലാവരുമായിട്ട്, ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ജസ്റ്റ് ബിക്കോസ് ഹ്യൂമൻസ് ആയതുകൊണ്ട് മാത്രം നമുക്ക് പ്രിവിലേജ്ഡ് ആയിട്ട് കിട്ടിയേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആർട്ടുകൾ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെയ്യും. എൻ്റർടൈൻഡ് ആയിട്ടിരിക്കുക. സ്ട്രെസ്ഡ് ആയിട്ടൊന്നും കാര്യമില്ല. ഈവൻ ഞാൻ തന്നെ സ്ട്രെസ്ഡ് ആവും ഈ പറയുന്നതാണ്. അപ്പോൾ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വാല്യൂസ് ഡെലിവർ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. സോ ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിൽ തോന്നിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ദിസ് ഈസ് നോട്ട് ചൈൽഡ് പ്ലേ ബ്രോ. ദിസ് തിങ് ഹാസ് പൊട്ടൻഷ്യൽ. AI മീഡിയ ജനറേഷൻസ് ഹാവ് പൊട്ടൻഷ്യൽ. ദിസ് വിൽ ടേക്ക് ഓവർ ദ കൊമേഴ്ഷ്യൽ വേൾഡ്, ലൈക്ക് advertisements and marketing world. This will take over, definitely take over, and I am aiming for the advertising area. So far everything is going well. Few days ആയിട്ട് ക്ലയൻസ് ഇല്ല, ബട്ട് ഹോപ്പ്. കാരണം സോ മെനി പീപ്പിൾ ആർ ഇൻ ഡിസ്കഷൻസ്. സോ ആരും ലോക്കായിട്ടില്ല. എല്ലാം അങ്ങനെയൊക്കെയാണ്, പാടാണ്. മൾട്ടിപ്പിൾ വർക്ക്സ് ചെയ്യുന്നുണ്ട് ഒരു സമയത്ത്. ഒരു ന്യൂ ബോൺ ബേബി ഉണ്ട്, 3 months കഴിഞ്ഞിട്ടുള്ളൂ. സോ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നടക്കുന്നുണ്ട്. ഞാൻ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്, കാരണം എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് എൻ്റെ കമ്പനിയിൽ നിന്ന്. സോ അതെൻ്റെ എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കാരണം എനിക്ക് എല്ലാം തന്നത് ഈ കമ്പനിയാണ്. കോളേജിൽ നിന്ന് ഇറങ്ങിയ അന്ന് മുതൽ. കമ്പനിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ. സോ ബിക്കോസ്
എല്ലാം കോൺഫിഡൻഷ്യലാണ്, നമുക്കങ്ങനെ പറയാൻ പറ്റില്ല പുറത്ത്. എല്ലാം തന്നത്. അപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കമ്പനീസ് ഷുഡ് ഡൂ ദാറ്റ്. ബിക്കോസ് നമ്മളൊരു ചെറുപ്പക്കാരനെ ഒരു കോളേജിൽ നിന്ന് ഹയർ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് ഒരു റോബോട്ടിനെ പോലെ അയാളെ കൊണ്ട് പണിയെടുപ്പിക്കാതെ അയാളുടെ ഉള്ളിലുള്ള പാഷനായിട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ അയാൾക്ക് കൊടുക്കുക. ഇഷ്ടമുള്ളിടത്ത് ഇരിക്കുക, ഇഷ്ടമുള്ളിടത്ത് കിടക്കുക, ഇഷ്ടമുള്ളിടത്ത് ട്രാവൽ ചെയ്യുക, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. വർക്ക് റെസ്പോൺസിബിളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അൺലെസ് ദേ ആർ ഡൂയിങ് ദെയർ വർക്ക്, വേറെന്താ പ്രോബ്ലം? കമ്പനിക്ക് ലാഭം കിട്ടും, ഏത് കമ്പനിയാണെങ്കിലും. സോ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഇതൊരു ചൈൽഡ് പ്ലേ അല്ല, ഇത് ഹ്യൂജ് പൊട്ടൻഷ്യലുള്ള കാര്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കഴിവുകൾ, എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന കഴിവുകൾ എനിക്ക് നഷ്ടമായി, എനിക്കിതുകൊണ്ടൊരു യൂസും ഇല്ലയെന്ന് വിചാരിച്ച ഈ കഴിവുകൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മേഖലയാണ്. സോ ഇത് ലോങ് റണ്ണിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകും. ഈ ഒരു പരിപാടി ഇല്ല, ഈ ഗ്രാഫ് ഇങ്ങനെ ഒറ്റയടിക്ക് പോകുന്ന പരിപാടി ഇല്ല ഒരു കാര്യത്തിലും. അത് ഞാനും മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് അങ്ങ് അടിപൊളിയായിട്ട് അങ്ങ് മേളിൽ ചെല്ലും, അങ്ങനെയില്ല. പയ്യെ 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 പയ്യെ, അത്രേ ഉള്ളൂ. എല്ലാത്തിനും ഒരു ഹൈപ്പ് സൈക്കിൾ ഉണ്ട് എന്ന് എല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് പഠിച്ചാണ്. എല്ലാ കാര്യങ്ങളും, എല്ലാ പുതിയ കാര്യങ്ങൾ ഇറങ്ങുമ്പോഴും അതിനൊരു ഹൈപ്പ് സൈക്കിൾ ഉണ്ട്. ആ ഒരു ഹൈപ്പ് സൈക്കിളിൽ എവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്? ഒരു 6 to 12 മന്ത്സിനുള്ളിൽ ഈ AI മീഡിയ ജനറേഷൻസ് ജസ്റ്റ് നോർമലൈസ് ആവും, ആൾക്കാർക്ക് ബോറടിച്ചു തുടങ്ങും. അതിനുശേഷമാണ് റിയൽ മാർക്കറ്റ് ഓപ്പണായി വരുന്നത്. എന്ത് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും അതിൽ ഇമോഷൻ അല്ലെങ്കിൽ അതിനകത്തൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ അത് ഹിറ്റാവുമെന്ന് നമ്മൾ ഹ്യൂമൻസ് പല കാര്യങ്ങളിലൂടെ തെളിയിച്ചാണ്. അതിപ്പം ഒരു ടോയ് സ്റ്റോറി, ആനിമേഷൻസ്, ചുമ്മാ ഓർത്താൽ മതി. പല ആനിമേറ്റഡ് മൂവീസ് കണ്ട് കരഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും. ചെറിയ പിള്ളേരുടെ ടോയ് സ്റ്റോറി, അതുപോലെ കോക്കോ, ഇൻസൈഡ് ഔട്ട്, അങ്ങനെയൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇമോഷൻസ് കൊണ്ടുവരാമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ടൂൾസിനും ഇമോഷൻസ് കൊണ്ടുവരാം. ഈ ഒരു ടൂൾസിനും ബിസിനസ് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ടൂൾസ് വെച്ചിട്ടും പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാം, കൊമേഴ്ഷ്യൽസ് ക്രിയേറ്റ് ചെയ്യാം, മൂവി സീൻസ് ക്രിയേറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ ഇറ്റ് വോണ്ട് റിപ്ലേസ് ഹ്യൂമൻസ്, ഒരിക്കലുമില്ല. കാരണം ഒരു ഇമോഷൻ അതിൻ്റെ പ്രിസൈസായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് ഹ്യൂമൻസ് തന്നെ വേണം. അതിപ്പോൾ എത്ര മോഷൻ ട്രാക്കിംഗ് യൂസ് ചെയ്താലും ഹ്യൂമൻസിൻ്റെ ആ ഒരു ഫൂട്ടേജസിനും ആ ഒരു മീഡിയ ജനറേഷൻസിനും എപ്പോഴും വാല്യൂ ഉണ്ടാവും, ഹൈ വാല്യൂ. ഇപ്പോൾ ഒരു ന്യൂ ടൂൾ വന്നെങ്കിൽ ഹ്യൂമൻസിൻ്റെ ആ ഒരു ടൂളിന് പ്രൈസ് കൂടത്തേ ഉള്ളൂ, അത്ര കൊടുത്താൽ മതി. ഞാനിത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. എനിക്ക് എന്നോട് തന്നെ സംസാരിക്കാൻ പറ്റുന്ന പോലെ ചെയ്ത വീഡിയോ ആണ്. പലരുടെയും കമൻസ് കണ്ടിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. സോ this thing have future. I have to improve my workflow. I have to improve my clients. I have to client communications. I have to improve my social media contents. എല്ലാം സെറ്റപ്പ് ആക്കണം. എവിടെ എത്തുന്നൊരു പിടിയില്ല ബ്രോ. ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ അലമ്പായിട്ട് ഇതാണ്. അപ്പം ഇതാണ് ആകെയുള്ള പിഴുവലി. ഇത് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഞാൻ വീഡിയോ ഒരുപാട് ലെങ്തായി, 18 മിനിറ്റ് ഉണ്ട്. സോ എന്തായാലും 7 മിനിറ്റ് ആണെങ്കിലും 18 മിനിറ്റ് ആണെങ്കിലും വ്യൂസ് കുറവാണ്. സോ കേൾക്കുന്നവർ കേൾക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.